വളരെ കൃത്യമായി എന്താണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഏത് തരത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മുടിപ്പിച്ചത്, അല്ലേ, കൊള്ളയടിച്ചത്. അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ സാമ്പത്തിക വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ധവളപത്രം, വൈറ്റ് പേപ്പർ. ഈ ധവളപത്രം അവതരിപ്പിച്ചപ്പോഴേ ഇതാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ഇത്രയാണ് നഷ്ടം, ഇത് നികത്തണമല്ലോ. അപ്പൊ ധവളപത്രം തയ്യാറാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി? അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ കള്ളത്തരങ്ങളൊന്നും ഇല്ല, വാസ്തവങ്ങൾ, അല്ലേ, 100% വാസ്തവങ്ങളാണ് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരാ, ഇത് എങ്ങനെ തരണം ചെയ്യണം? ഈ വരുന്ന 5 വർഷത്തേക്ക് വി ഡി സതീശൻ സർക്കാരിന് ഭരിക്കണ്ടേ? കടം കയറി മുടിഞ്ഞ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഭരിക്കുക? ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനൊക്കെ പൈസ വേണ്ടേ? പൈസ എങ്ങനെ ഉണ്ടാക്കുക അതുകൂടി നോക്കണ്ടേ? കടം, മൂക്കറ്റം കടം, അല്ലെ, മൂക്കറ്റെന്നാണ് നമ്മൾ സാധാരണ പറയാ. അങ്ങേറ്റം കടം എന്ന് പറഞ്ഞാൽ മൂക്കറ്റം. ഇത് മൂക്കറ്റില്ലാന്ന്, മുങ്ങിക്കഴിഞ്ഞു, മുഴുവൻ മുങ്ങിക്കഴിഞ്ഞു. സാധാരണ നമ്മളെ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, ഈ മുഴുവൻ മുങ്ങിക്കഴിഞ്ഞാൽ തലക്കുമേത വെള്ളം വന്നാൽ തോണി എന്ന് പറയാം. തലക്കുമേത വെള്ളം വന്നാൽ പിന്നെ തോണി കയറിങ്ങാണ്ട് രക്ഷപ്പെടാന്ന് പറയാം. പക്ഷെ തോണി വേണ്ടേ? അപ്പൊ അങ്ങനെ ഒരു തോണിയെങ്കിലും ഉണ്ടാക്കാൻ, അതായത് വി ഡി സതീശൻ സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയ പെരുങ്കടത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ മൂക്കറ്റല്ല, തലയുടെ മുകളിൽ വരെ വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടുന്ന് വി ഡി സതീശനെ രക്ഷപ്പെടണമെങ്കിൽ തോണി വേണം. അതെന്താണ്, എങ്ങനെയാണ് മറികടക്കുക? ആ നിർദ്ദേശങ്ങൾ കൂടി ബജറ്റിലുണ്ട്. അതാ പറയുന്നത് സ്വകാര്യവൽക്കരണത്തിന് ഊന്നൽ. കാരണം ഇപ്പൊ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു നീക്കം നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് പ്രതിപക്ഷം ഇളകി, CPM ഇളകി. കാരണം 10 വർഷം പ്രതിപക്ഷം ഭരിച്ചിട്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഏറ്റവും വലിയ വെള്ളാനുകൾ. ഒരുപാട് കടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50,000 കോടിയോളം കടം. 50,000 കോടിയോളം കടമുണ്ടാക്കിയ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലനിർത്തേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങളൊന്ന് ആലോചിക്കുക. കടത്തിനോട് കടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതിങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും കടം കയറുക. അതിന് പകരം ഇത് നടത്താൻ അറിയാവുന്നവർ നടത്തട്ടെ. ഇപ്പൊ സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാർ എന്താ പറയാ, കച്ചവടം നടത്തേണ്ട കാര്യമില്ലല്ലോ. സർക്കാർ അല്ലല്ലോ ബിസിനസ് നടത്തേണ്ടത്. ബിസിനസ് നടത്താൻ കാര്യപ്രാപ്തിയുള്ള ഒരുപാട് സ്വകാര്യ സംരംഭകരുണ്ട്, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കട്ടെ എന്ന്. ഇപ്പൊ എത്ര സ്ഥാപനങ്ങൾ. ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്റ്റീൽ കോംപ്ലക്സ്, അല്ലെ, സ്റ്റീൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ആ പൊതുമേഖലാ സ്ഥാപനം പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി അറിയോ? അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു സ്വകാര്യ ഒരു സ്റ്റീൽ കോംപ്ലക്സ് ഉണ്ട്, ഒരു സ്റ്റീൽ കമ്പനി ഉണ്ട്. എന്ത് മനോഹരമായി ആ സ്റ്റീൽ കമ്പനി നടക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ, വൻ ലാഭത്തിൽ അവിടെ നടക്കുകയാണ്. കാരണം അതൊരു സ്വകാര്യ വ്യക്തിയാണോ നടത്തുന്നത്. ഇത് പൊതുമേഖല. അത് കാട് പിടിച്ച് അവസാനം ഇത് വേറൊരു സംസ്ഥാനത്തേക്ക് വിൽപ്പന നടത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലുള്ള ഈ എന്താ പറയാ സമരവും കോലാഹലങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത്? അപ്പോഴത്തേക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ പറയുന്നത്, ഇനി വി ഡി സതീശൻ സർക്കാർ ചെയ്യാൻ പോകുന്ന ഓരോ നടപടികളും ഇവിടെ ഇരുന്ന് പ്രതിപക്ഷം എന്ത് ചെയ്യും? പ്രതിപക്ഷം ആക്രമിക്കും, പ്രതിപക്ഷം എതിർക്കും. മറ്റൊരു സൗകര്യം എന്താ അറിയോ? പ്രതിപക്ഷത്തിന് വർത്തമാനം പറയാൻ അറിയുന്ന ഒരാൾ പോലും പ്രതിപക്ഷത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരന്തമായ കാര്യമായിട്ട്. ഈ ഇന്നലെ ഇറങ്ങിയ ഈ ഒരുപാട് ഫേസ്ബുക്ക് കുറിപ്പുകളിൽ നല്ല സഖാക്കൾ, അതായത് ഇപ്പോഴും പ്രതീക്ഷ പുലർത്തുന്ന സഖാക്കന്മാർ, അതായത് പിണറായിസ്റ്റുകളും ഈ മരുമോനിസത്തിന്റെ ആൾക്കാരൊന്നുമല്ല, ഗുണ്ടകളല്ല, ക്രിമിനലുകളല്ല, അടിമക്കൂട്ടങ്ങളല്ല, ഭക്തജന സംഘമല്ല, പിണറായിയുടെ ഫാൻസ് അസോസിയേഷൻകാരല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. ഇവര് സങ്കടപ്പെടുന്ന എന്താണെന്നറിയോ? ഒരു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഇത് അവതരിപ്പിച്ചു, ധവളപത്രം അവതരിപ്പിച്ചപ്പോ അതിലുള്ള പോരായ്മകളോ ഇത് മറികടക്കാൻ എന്തൊക്കെ ചെയ്യുക, ഇതൊക്കെയല്ലേ പ്രതിപക്ഷം പറയേണ്ടത്. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞാൽ ഭരണപക്ഷം ആലോചിക്കുന്ന നടപടികൾ, അതല്ലെങ്കിൽ മറ്റെന്താണ് നടപടി? അതല്ലേ, ഇത് തരണം ചെയ്യണമല്ലോ. ഇത് തരണം ചെയ്യണമല്ലോ. സംസ്ഥാനം ഈ കടം കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇത് മറികടക്കാൻ എന്തൊക്കെയാണ് വഴികൾ, ക്രിയാത്മകമായി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അഭിപ്രായം പറയേണ്ട പ്രതിപക്ഷം ഇവര് വെറുതെ ബബ്ബ പറയാ. ഈ വർത്താൻ പറയുന്ന രണ്ടാൾക്കാർ ഒന്ന് പറയാം, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ കാരണഭൂതം,
നമുക്കൊക്കെ അറിയാലോ, കാരണബോധത്തിന് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഒരു അഭിപ്രായം പറയാൻ അറിയില്ല, അയാൾക്ക് അറിയില്ല. ഇയാൾ ഇങ്ങനെ എഴുതി കൊടുത്തത് ഇങ്ങനെ വായിക്കുന്നല്ലേ പറ്റുള്ളൂ. എഴുതി കൊടുത്തത് ഇങ്ങനെ വായിക്കും. ആ വായിക്കുക തന്നെയാണ്. ഈ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരു വാക്ക് വായിച്ച് പിന്നെ ഒരു 10 മിനിറ്റ് മൂപ്പര് ശ്വാസം എടുത്ത് പിന്നെ അടുത്ത വാക്ക്. നിങ്ങൾ വി.ഡി. സതീശനെ കണ്ട് പഠിക്കുന്നത്. വി.ഡി. സതീശന് മാത്രം യുവ നേതാക്കളെ പഠിക്കുക, നിങ്ങൾ കണ്ട് പഠിക്കുക. അതാണ്, അങ്ങനെയാണ്. ഇത് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ വയ്യ, അറിയില്ല, ഒന്നിനെ പറ്റി അറിയില്ല. പിന്നുള്ളത് കെ.എൻ. ബാലഗോപാൽ എന്ന് പറയുന്ന കഴിഞ്ഞ ധനകാര്യമന്ത്രിയാണ്. ഇയാൾക്കാണെങ്കിൽ അതിനേക്കാൾ അങ്ങേപ്പുറത്താണ് ഗുണാഞ്ചൻ. ഇയാളെയാണ് മറ്റേ പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടി തീരുമാനിച്ചത്ര. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു, കെ.എൻ. ബാലഗോപാൽ എന്ന് പറഞ്ഞ ആള്, ഇയാൾക്ക് എന്താണ്, എന്ത് ക്രെഡിബിലിറ്റിയാണ് ഇയാൾക്കുള്ളത്? എന്ത് തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഇയാൾ ഈ ധവളപത്രത്തെ കുറിച്ചൊക്കെ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കണ്ട നമ്മൾ വെള്ളം കുടഞ്ഞ് ചവിട്ടിയാള് അല്ല പൊടി മാറും. അപ്പൊ ഇവർക്ക് പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് വെറുതെ ഒച്ചം വിളി കൂട്ടുക, കൂക്ക് വിളിക്കുക. മരുവനൊക്കെ പറ്റിയ പണിയാണ് കേട്ടോ. ഡെസ്കിന്റെ മേലെ കയറി നിങ്ങോട്ട് കൂക്ക് വിളിക്കുക. പണ്ട് ശിവൻകുട്ടി കാണിച്ചു കൊടുത്ത മാതിരി മറ്റേ എന്താ പറയാ, ഈ ഡെസ്കിന്റെ മേലെ കയറി നിങ്ങാണ്ട് ആഭാസ നൃത്തം ചവിട്ടുക. ഇതൊക്കെ ചെയ്യാൻ അറിയാം. കാരണം ഇവർക്ക് അത്തരത്തിൽപ്പെട്ട ഒരു ക്രിയാത്മക നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല. കൃത്യമായ അഭിപ്രായം പറയാൻ അറിയില്ല, ഒന്നും അറിയില്ല. വെറുതെ പൊട്ടത്തരം. ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഈ പത്രം, മാതൃഭൂമി പത്രം അക്കത്തിൽ, അതായത് 5.7 ലക്ഷം കോടി അല്ലേ, 5.07 ലക്ഷം കോടി, 5.07 ലക്ഷം കോടി കടം. ഇത് എഴുതിയ തീരില്ല. പൂജ്യട്ട് കഴിഞ്ഞാലേ പൂജ്യട്ട് നമ്മളെ കൈ കുഴയും. നമ്മളെ കടം, ഈ കടത്തിലെ 90% ഉണ്ടാക്കിയത് ആരാന്നറിയോ? കാരണഭൂതം 10 വർഷം ഭരിച്ചിട്ട് ഉണ്ടാക്കിയത് കടം. എന്നിട്ട് ഇനി മൂപ്പര് പറഞ്ഞു 3-ാം തവണയും വരണം, അതോടുകൂടി തീർന്നിനി. കേരളത്തെ വിൽക്കായിരുന്നു എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയ ആൾക്കാരൊക്കെ കേരളത്തെയും കൊണ്ട് പോകും. ഒരു പരിധി വരെ പിടിച്ചു നിൽക്കായിരിക്കും. അത് കഴിഞ്ഞാൽ കടം വാങ്ങിച്ച ആൾക്കാരുണ്ടല്ലോ, കടം കൊടുത്ത ആൾക്കാർ, വാങ്ങിച്ചല്ല കടം കൊടുത്ത ആൾക്കാർ, ഈ കടം കൊടുത്ത ആൾക്കാർ അവസാനം പിടിച്ചുകൊണ്ടുപോയില്ലേ? കാരണബോധം പിടിച്ചുകൊണ്ടുപോയി വല്ല കാര്യമുണ്ടോ? നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം പിടിച്ചുകൊണ്ടുപോയില്ലേ? ആ രീതിയിലേക്ക് അപകടകരമായ അവസ്ഥയിലാണ് ജനങ്ങൾ രക്ഷപ്പെടുത്തിയാണ് കേട്ടോ. ജനങ്ങൾ രക്ഷപ്പെടുത്തിയതാണ്. ഇനി കട്ടുപിടിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ രക്ഷപ്പെടുത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് മാതൃഭൂമിയുടെ തലക്കെട്ട് എന്താണ്? കടം എത്രയാണ്? 5.07 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ 6 കോടിയിലേക്ക് വരുന്നു അല്ലെ? 6 ലക്ഷം കോടി, 6 ലക്ഷം കോടിയിലേക്ക് വരുന്നു. ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഉടൻ വേണം 21,690 കോടി. ഉടൻ, എത്രയും പെട്ടെന്ന് 21,690 കോടി വേണം. DA, DR, സപ്ലൈകോ, കാരുണ്യ ഇൻഷുറൻസ്, കരാറുകാരുടെ കുടിശ്ശിക, പട്ടിക വിഭാഗങ്ങൾക്കും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമുള്ള കുടിശ്ശിക, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗഡു ഉൾപ്പെടെ 48,773 കോടിയുടെ സാമ്പത്തിക ഭാരം സർക്കാരിനുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് 48,773 കോടി രൂപ. അതാണ് ഇതിലെ ഏറ്റവും കൃത്യമായ കണക്ക് എന്ന് പറഞ്ഞാൽ 48,773 കോടി. നമ്മൾ സൗകര്യത്തിന് 50,000 കോടി എന്ന് പറയാം. 50,000 കോടി രൂപ കടം വരുത്തിയിട്ടാണ്, അതായത് അടിയന്തരമായി കൊടുക്കേണ്ടത്. ഇപ്പൊ ഈ 5.07 ലക്ഷം കോടി എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയാണ്. സംസ്ഥാനം ഇതുവരെ കേരള സംസ്ഥാനം ഇതുവരെ ഉണ്ടാക്കിയ കടബാധ്യതയാണ് 5.07 ലക്ഷം കോടി എന്ന് പറയുന്നത്. ഈ പിണറായി സർക്കാർ ഏറ്റവും അവസാനത്തെ വർഷം, ഏറ്റവും അവസാനത്തെ അവരുടെ ടേമിൽ കൊടുത്തു തീർക്കാനുള്ളത് എത്രയാണെന്ന് വെച്ചാൽ 48,773 കോടി രൂപ. എന്നിട്ടാണ് ഈ കള്ളന്മാര് പറഞ്ഞത് 6,000 കോടി ഖജനാവിലുണ്ട് എന്ന്. ഒരു മാസം മുമ്പോ 15 ദിവസം മുമ്പോ കടമെടുത്ത പൈസയിൽ വീണ്ടും കടമെടുത്ത പൈസയിൽ ബാക്കിയുള്ള 6,000 കോടി രൂപ ഖജനാവിലുണ്ട് എന്നാണ് ഈ കള്ളന്മാര് പറഞ്ഞത് അല്ലെ? ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞതാണ്. ഞങ്ങള് ഖജനാവ് കാലിയാക്കിയിട്ടൊന്നുമില്ല, ഖജനാവിൽ 6,000 കോടി ഉണ്ട്. ഇവരുടെ വർത്താനം കേട്ടായിരിക്കും എല്ലാവർക്കും കൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഒരു 6,000 കോടി വി.ഡി. സതീശൻ അങ്ങോട്ട് ഭരിച്ചു തുടങ്ങട്ടെ അല്ലെ? തുടക്കത്തില് പൈസ ഒന്നും ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് ഭരിച്ചു തുടങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ഒരു 6,000 കോടി അവിടെ വെച്ചിരിക്കുന്നത്. ഏത്
ക്ഷേമ പെൻഷൻ 2500 രൂപ 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്ന് 5 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 2021 അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞ വിദ്വാന്മാരാണ് അല്ലെ. 2500 രൂപ ക്ഷേമ പെൻഷൻ ആക്കും. ഇറങ്ങിപ്പോയിട്ടും അല്ലെങ്കിൽ ഇറക്കി വിട്ടിട്ടും ഇവര് 2500 ആക്കിയില്ല, 2000 ആക്കിയിട്ടുള്ളൂ. എടോ, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ ക്ഷേമ പെൻഷൻ തന്നെ കൂട്ടി കൊടുക്കണ്ടേ? കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ ആശാവർക്കർമാർക്ക് കൂട്ടി കൊടുത്തുകൂടായിരുന്നു? കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ മറ്റേ പഞ്ചായത്തുകൾക്ക് അല്ലെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ 3-ാം ഗഡു അത് കൊടുത്തുകൂടായിരുന്നു? മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കൊടുത്തുകൂടായിരുന്നു? കാരുണ്യ പദ്ധതി കൊടുത്തുകൂടായിരുന്നു? ഈ കരാറുകാർക്ക് കൊടുത്തുകൂടായിരുന്നു? സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള വിതരണക്കാർക്ക് കൊടുത്തുകൂടായിരുന്നു? ഈ DADR തുടങ്ങിയ ഈ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള കുടിശ്ശിക കൊടുത്തുകൂടായിരുന്നു? ഇതൊന്നും ചെയ്യാതെ ഉളുപ്പുമാണില്ലാതെ പറയണം 6000 കോടി രൂപ ഖജനാവിലുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഈ പറയുന്ന ധവളപത്രം എന്ന് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് ഒരു കഥ ഓർമ്മ വന്ന് എന്താ പറയുക, ഞാൻ ഇപ്പം ഇങ്ങനെ ഈ ഫേസ്ബുക്ക് നോക്കിയപ്പോ അതില് ആരാണ്, എനിക്ക് ഹാരിസ് അറബി ആയിട്ടാണെന്ന് തോന്നുന്നു, ഒരു കഥ പറഞ്ഞത്. എന്താണെന്നറിയോ, അതായത് നിങ്ങളെ ജസ്റ്റ് ഒറ്റ ചെറിയൊരു കൊച്ചു കഥ. നിങ്ങളൊരു ശമ്പളക്കാരനാണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് മാസം 50,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. 50,000 രൂപ മാസം ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ഈ 50,000 രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾ ഈ മസാലപ്പീടിയിൽ പൈസ കൊടുക്കണ്ടേ? നിങ്ങൾ പറ്റിലാണ് നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അങ്ങനെ മസാല, പച്ചക്കറി ഇതൊക്കെ വാങ്ങിയ വകയിൽ ഒരു മാസം നിങ്ങളൊരു 25,000 രൂപ കൊടുക്കാറുണ്ട്. മസാലപ്പീടിയിൽ 25,000 രൂപ നിങ്ങൾ കൊടുക്കണം. ഈ മത്സ്യം, മുട്ട, പാല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് പാൽക്കാരൻ, പത്രക്കാരൻ, ഇന്റർനെറ്റിന്റെ ചെലവ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു 10,000 കൊടുക്കണം. അപ്പൊ 25,000 അവിടെ കൊടുക്കണം, 10,000 ഇവിടെ കൊടുക്കണം, 35 കൊടുക്കണം. പിന്നെ നിങ്ങൾ കടം വാങ്ങി, അവിടെ നിന്നൊക്കെ കടം വാങ്ങിയ, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കടം വാങ്ങിയ ബാക്കി ഒരു 10,000-20,000 രൂപ ഉണ്ട്. അത് കടം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടം, അതായത് നിങ്ങൾക്ക് 50,000 രൂപ ഒരു മാസം 1-ാം തീയതി നിങ്ങളുടെ പോക്കറ്റിലേക്ക് 50,000 രൂപ വന്നു. ആ 50 നിങ്ങൾക്ക് ഒരു 60,000-65,000 രൂപ നിങ്ങൾക്ക് കടം കൊടുക്കാനുണ്ട്. കഴിഞ്ഞ മാസത്തെ കടം കൊടുക്കാനുണ്ട്. അതിന്റെ മുമ്പത്തെ കടം കൊടുക്കട്ടെ. കഴിഞ്ഞ മാസത്തെ നിങ്ങളുടെ ചെലവിന് വേണ്ടിയിട്ട് എന്താ പറയാ, മസാലപ്പീടിയിൽ നിന്ന് വാങ്ങിയതും മറ്റേ പാലിന് കൊടുക്കാനുള്ളതും പത്രത്തിന് കൊടുക്കാനുള്ളതും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയത് എല്ലാം നിങ്ങൾക്ക് ഒരു 65 കൊടുക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 50,000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 15,000 നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഇതൊന്നും കൊടുക്കാതെ നിങ്ങൾ 1-ാം തീയതി എന്നെ ഭാര്യന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. ഭാര്യ ഇങ്ങനെ പൂമുഖപ്പടിവാതിൽ ഇങ്ങനെ എന്താ പറയാ പുഞ്ചിരിച്ചുകൊണ്ട് ഭാര്യ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഭാര്യയുടെ അടുത്തേക്ക് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഭാര്യക്കാണ്ട 50,000 രൂപയാണ് കൊടുക്കും ഭാര്യയുടെ കയ്യിലേക്ക്. നമ്മളെ പിടിക്ക്, ഈ മാസത്തെ ചെലവൊക്കെ ഈ നടത്തണം കേട്ടോ. ഭാര്യയോട് പറയും, ഈ മാസത്തെ ചെലവൊക്കെ ഈ നടത്തണം കേട്ടോ. നമുക്ക് 50,000 രൂപ എന്റെ കയ്യിലുണ്ടോ. ഭാര്യക്ക് ഭയങ്കര ഹാപ്പിയായി. 50,000 രൂപ അല്ലേ, 50,000 രൂപ പിടിച്ചു വരുമ്പോഴാണ് ഭാര്യ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കാണ് മസാലപ്പിടിക്കാരൻ വരുന്നത്. അല്ല, നമുക്ക് കഴിഞ്ഞ മാസത്തെ ഒരു 35 തരാനുണ്ടല്ലോ. പത്രക്കാരൻ വരും. അല്ല, പൈസ വന്നില്ലല്ലോ. പാലിന്റെ ആൾക്കാർ വരും, മത്സ്യത്തിന്റെ ആൾക്കാർ വരും, കടം വാങ്ങിയ മറ്റേ ആൾക്കാർ വരും. ഭാര്യ എന്താ ചെയ്യാ? ഉടനെ അടുക്കളയിലേക്ക് ഓടില്ലേ, ചെരവെടുത്തിട്ട് ഇയാളെ തലമണ്ട അടിച്ചു ഓടിക്കൂലേ അല്ലേ? 50,000 രൂപ കൈ കൊണ്ടു തന്നിട്ട് ഇതുകൊണ്ട് സപ്പോർട്ടാക്കിക്കാളി എന്ന് പറയുമ്പോ ഇമ്മാതിരി തെണ്ടിത്തരല്ലേ ഈ ബാലഗോപാലൻ ചെയ്തത്? നാടുനീളെ കടം വരുത്തി വെച്ചിട്ട് എത്രയോ 50,000 കോടി, 50,000 കോടി റുപ്യ കൊടുക്കാണ്ട്. 50,000 കോടി റുപ്യ, അതിനെക്കാട്ട് വലിയ പൈസ, പഴയ പൈസ ഉണ്ട്, അതല്ല, ഏറ്റവും പുതിയ 50,000 കോടി കൊടുക്കാനുണ്ട്. ഇതൊന്നും കൊടുക്കാതെ മൂപ്പര് 6,000 കോടി കടം വാങ്ങി, അതും കടം വാങ്ങിയ പൈസ 6,000 കോടി ഖജനാവിൽ വെച്ചിട്ട് മൂപ്പര് എന്നിട്ട് വലിയ ഉളുപ്പില്ലാതെ പറയാണല്ലോ. എന്താ പ്രശ്നം? 6,000 കോടി അവിടെ കിടക്കണില്ലേ? അപ്പോഴത്തേക്ക് അന്തംകമ്മികൾ അപ്പോഴത്തേക്ക് സതീശൻ എന്ത് കാര്യമാണ് 6,000 കോടി? നമ്മളെ സർക്കാർ 10 കൊല്ലം ഭരിച്ചിട്ട് 6,000 കോടി. നമ്മുടെ ഒരുപാട് എന്താ പറയാ, അത്യാവശ്യം ബോധം വിവരമുള്ള ആൾക്കാർ വരെ എന്ത് പ്രശ്നം, ഞങ്ങൾ 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു പ്രശ്നമില്ലാതെ 6,000 കോടി കിടക്കണ്. എന്നിട്ടാണ് പറയുന്നത് പൂച്ച പറ്റി കിടക്കണം. ഒരു പൂച്ചയും പറ്റിട്ടില്ലടോ, 6,000 കോടി ഉണ്ട്. എന്റെ മാഷെ, അപ്പൊ നിങ്ങൾ ഈ 50,000 കോടി കൊടുക്കാനില്ലേ? 50,000 കടം കൊടുക്കാനില്ലേ? അത് കൊടുക്കാതെ നിങ്ങൾ 6,000 രൂപ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ പറയേണ്ടത്? നിങ്ങൾ പറ. ഈ ബാലഗോപാൽ, KN ബാലഗോപാൽ എന്ന് പറഞ്ഞ മണുകുണാഞ്ചന എന്താണ് ചെയ്യേണ്ടത്? എടോ ഒന്ന് സമ്മതിച്ചൂടെ? ശരി, ഞങ്ങൾ ഒരു 50,000 കൊടുക്കുക. അതാണ് ഇപ്പം ധവളപത്രത്തിലൂടെ. ഇനിയിപ്പോ കള്ളത്തരം പറയാന്ന് പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇതാ ധവളപത്രത്തിൽ 50,000 കോടി രൂപ കടമുണ്ടാക്കിയിട്ടാണ് നിങ്ങൾ 6,000 ഇതിൻ്റെ അകത്ത് വെച്ചത്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ കടം എന്ന് പറയുന്നാൽ എത്രയാണ്? 5.07 ലക്ഷം കോടി അല്ലേ?
1 കോടി എന്ന് എഴുതുമ്പോൾ 7 പൂജ്യം വേണം. ലക്ഷത്തിന് 5 പൂജ്യം, 7 12 പൂജ്യങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പൂജ്യങ്ങളുടെ അല്ലെ, പൂജ്യങ്ങളുടെ ചക്രവർത്തിമാർ. അതല്ല നിങ്ങൾ എന്താ വിശേഷിപ്പിക്കുക? എന്താ വിശേഷിപ്പിക്കുക അല്ലെ? അപ്പൊ അതാണ് മാതൃഭൂമിയുടെ 1-ാം പേജ്. കേരളകൗമുദിയുടെ 1-ാം പേജ് ഇങ്ങനെയാണ്. കേരളകൗമുദി അതിന് പകരം പറയുന്നത് മറ്റൊരു തലക്കെട്ടാണ്. പെൻഷൻ പ്രായം കൂട്ടാൻ ശുപാർശ. പെൻഷൻ പ്രായം കൂട്ടാൻ ശുപാർശ. ഇതിന് ഒരുപാട് ശുപാർശകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ശുപാർശയാണ് പെൻഷൻ പ്രായം കൂട്ടണം. ഇപ്പൊ സർവീസിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സന്തോഷപ്രദമായ ഒരു അപ്പോഴത്തേക്ക് ഡിവൈഎഫ്ഐക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കും. പെൻഷൻ എന്താ പറയാ, പെൻഷൻ പ്രായം കൂട്ടാനൊന്നും പാടില്ല, പുതിയ നിയമനങ്ങൾ നടത്തണം. ഇവർക്ക് തറവാട് കൊളന്നുകൊണ്ടിയാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. അതാണ് കേരള കൗമുദിയുടെ 1-ാം പേജ്. മലയാള മനോരമയുടെ തലക്കെട്ടാണ് കുറേ കൂടി വളരെ ഇമ്പാക്ട് ഉള്ള തലക്കെട്ട്. തലക്കടിച്ച് കടന്നു പറയും. തലക്കടിയാണ് അല്ലേ? ആർക്ക് തലക്ക്? നിങ്ങളുടെ എല്ലാവരുടെയും തലക്കടിയാണെന്ന്. കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് പിണറായി വിജയനും KN ബാലഗോപാലും കൂടിയും നിങ്ങളെല്ലാം ഈ അന്തംഗമ്മകളുടെ ഉൾപ്പെടെ തലക്കടിച്ചിട്ടാണ് ഇവർ പോയത്. തലക്കടിച്ച് കടം. ധവളപത്രം. മുൻ സർക്കാർ ബാക്കി വെച്ച ബാധ്യത 48,733 കോടി. എന്താണ്? മുൻ സർക്കാർ ബാക്കി വെച്ച ബാധ്യത 48,733 കോടി. എന്നിട്ടാ പറഞ്ഞത് 6000 കോടി. എന്താണ്? 6000 കോടി ബാക്കി വെച്ചിരിക്കുന്നു. പെൻഷൻ പ്രായം കൂട്ടണം എന്ന് പറയുന്ന ശുപാർശ മലയാള മനോരമയിലുണ്ട്. നിങ്ങൾക്ക് ഒരു രസം കാണിച്ചേ. ദേശാഭിമാനി മോദി മോഡൽ എന്ന് പറയുന്നത് എന്താണ്? മോദി മോഡൽ. ഇതൊക്കെ VD സതീശൻ ഇതൊക്കെ ചെയ്യുന്നത് മോദി ചെയ്യുന്ന പോലെയാണ്. ആയിക്കോട്ടെടോ, മോദി ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ. മോദി മൂന്ന് തവണയായി അല്ലെ, 3 തവണയായി രാജ്യം ഭരിക്കുന്നു. രാജ്യം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോവുകയാണ്. സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മോദി മോഡൽ നല്ലതാണ്. മോദി മോഡൽ അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇത് എന്തോ ഒരു അപകടം. മോദി മോഡൽ എന്ന് പറഞ്ഞ അപകടം എന്നാ പറയുന്നത്. മോദി മോഡൽ എന്ന് പറഞ്ഞ അപകടം. മോദി എന്ത് ചെയ്താലും, മോദി നിങ്ങൾക്ക് ഇനി തേനും പാലൊഴിക്കാലും അത് വേണ്ട. മോദി അപകടകാരി അല്ലേ? മോദി മോഡൽ എന്നാണ് ആക്ഷേപിക്കുന്നത്. കാരണം ഈ ധവളപത്രത്തിലെ കേന്ദ്ര സർക്കാരിന് കുറ്റം പറഞ്ഞു. അതാണ് ഇപ്പൊ ഇവർ കണ്ടെത്തിയ ഒരു കാര്യം. കേന്ദ്ര സർക്കാരിന് കുറ്റം പറഞ്ഞു. കാരണം ഇവര് 10 വർഷം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? കേന്ദ്രം തന്നില്ല. നിങ്ങൾക്കറിയാം, ഏതാണ്ട് ഒരു 2 വർഷം മുമ്പൊക്കെ 50,000 കോടി അല്ലെ, 50,000 കോടി കേന്ദ്രം തരാനുണ്ട്. അല്ല 57,000, അങ്ങനെയാണ് കണക്കെന്റെ ഓർമ്മ. 57,000 കോടി കേന്ദ്രം തരാറുണ്ട്. ഇല്ലാത്ത കണക്ക് പറഞ്ഞിട്ട്, അതായത് GST നഷ്ടപരിഹാരം വേണം. GST നഷ്ടപരിഹാരമൊക്കെ എന്തോ നിർത്തിയതാണ്. അതായത് ഒരു പ്രത്യേക കാലയളവിലേക്ക് മാത്രം കൊടുക്കുക എന്ന് തീരുമാനിച്ചിരുന്ന GST നഷ്ടപരിഹാര തുക, പിന്നെ 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്തുള്ള പോലുള്ള എന്താ പറയാ ഈ നികുതി ഇളവുകൾ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഈ നികുതി വിഹിതം ഓരോ ധനകാര്യ കമ്മീഷന്റെയും കാലത്ത് അതത് ചട്ടങ്ങളുണ്ട്. അപ്പൊ എന്താ പറയാ, കള്ളക്കണക്ക് പറഞ്ഞിട്ട് 57,000 കോടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിർമ്മലാ സീതാരാമൻ ഇവിടെ വന്ന് പറഞ്ഞ് ഈ കണക്കുകളൊക്കെ പൊട്ടിച്ചത്. അവസാനം വരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തല്ലോ. അന്ന് 57,000 കണക്ക് അവിടെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഓടിക്കായിരുന്നു. അപ്പൊ എന്താ പറയാ, ജനങ്ങളുടെ മുമ്പിൽ കള്ളത്തരം പറയും. കേന്ദ്രം തന്നില്ല. കേന്ദ്രം എന്തുകൊണ്ട് കുറെ പൈസ കൊടുക്കാത്തത് എന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ട് അത് വളരെ കൃത്യമാണ്. കഴിഞ്ഞ ചർച്ചയിൽ മേരി ജോർജ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞ ചർച്ചയിൽ വളരെ കൃത്യമായി പറഞ്ഞു. കേന്ദ്രത്തിന്ന് പണം കിട്ടണമെങ്കിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് ദാമുദൂമാക്കാൻ പറ്റില്ല, അത് ദൂർത്തടിക്കാൻ പറ്റില്ല. കണക്ക് കൊടുക്കണം. എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിന്റെ കണക്ക് കൊടുക്കണം. ആ കണക്ക് കൊടുത്താലേ, അല്ലെ കേന്ദ്രം എങ്ങനെ അവിടുന്ന് എന്താ പറയാ കറൻസി അടിച്ചു കണ്ട് കൊടുക്കില്ലല്ലോ. കേന്ദ്രത്തിന് ഇതേപോലെ നികുതി വരുമാനം, കേന്ദ്രത്തിൻ്റെതായ കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. കേന്ദ്രം ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെയും ഈ രീതിയിലുള്ള വിഹിതങ്ങൾ കൊടുക്കണം. അപ്പൊ കൊടുക്കുമ്പോൾ കേന്ദ്രത്തിന് സഹായം കിട്ടുമ്പോൾ ആ സഹായം എന്തിനാണ് വിനിയോഗിച്ചത്, കാലാകാലങ്ങളിൽ അതിന്റെ കണക്ക് കൊടുക്കണം. കണക്ക് കൊടുത്താൽ മാത്രമേ ബാക്കി തുക കിട്ടുള്ളൂ. കേരളം ഇതുവരെ 10 വർഷം ചെയ്തെന്താ? ഒരു കണക്കും കൊടുക്കില്ല. കിട്ടിയ പൈസ പുട്ടടിക്കും. പിന്നെ കണക്ക് കൊടുക്കില്ല. എന്നിട്ട് പറയും കേന്ദ്രം തന്നില്ല. VD സതീശൻ ഏതായാലും അമ്മ അതിന് തോന്നിയാസം ചെയ്തിട്ടില്ല, കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിന് പകരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. കേന്ദ്രത്തിന് അർഹമായ കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങും. അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യും. അതല്ലാതെ പിണറായി വിജയൻ സർക്കാർ ചെയ്ത പോലെ തോന്നിയാസങ്ങൾ VD സതീശൻ സർക്കാർ ചെയ്യില്ല. ഇതാണ് യാഥാർത്ഥ്യം. എന്നിട്ടാണ് ദേശാഭിമാനി പറയുന്നത്. ഇതിന്റെ ഒരു തലക്കെട്ടുണ്ടേ, കടക്കണിക്കള്ളം പൊളിഞ്ഞു.
ഇവരുടെ ഒരു ഉളുപ്പുമല്ലായ്മ നോക്കിയേ. കടക്കെണി കള്ളം പൊളിഞ്ഞു ബാലഗോപാൽ. പഴയ ധനകാര്യമന്ത്രി പറയാണേ കടക്കെണി കള്ളം, അതായത് ഇതൊക്കെ കള്ളത്തരാണ് അവര് പറയുന്നത്. അതായത് ഇതുവരെ പ്രതിപക്ഷം പറഞ്ഞതൊക്കെ കള്ളത്തര, അതായത് ഞങ്ങൾ കടം പറ്റി എന്ന് പറഞ്ഞതൊക്കെ കള്ളത്തരാണ്. ധവളപത്രം കണ്ടില്ലേ? എന്ത് കട ഏത് കട നാം ഉപയോഗിക്കുന്നത്, എന്ത് കട ഏത് കട. അതായത് സതീശൻ ഈ വാർത്ത എന്താ അറിയോ, ഇത് ഭയങ്കര തമാശയാണേ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ഇതുവരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അന്ന് LDF സർക്കാരിനെതിരെ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചു. അന്ന് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? KN ബാലഗോപാൽ ഉളുപ്പില്ലാത്ത ചോദിക്കാം, VD സതീശൻ സർക്കാരിനോട് ചോദിക്കുകയാണ്, ഭരണപക്ഷത്തോട് ചോദിക്കുകയാണ്, എടോ അന്ന് നിങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത്? 6 ലക്ഷം കോടി കടണ്ട് എന്നല്ല പറഞ്ഞത്. എവിടെ 6 ലക്ഷം കോടി? 5.07 ലക്ഷം കോടിയല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചോക്കണം. 6 ലക്ഷം കോടി ഉണ്ട് എന്നല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയും എന്ത് തെമ്മാടിത്തങ്ങൾ പറഞ്ഞത്? എത്രയാ കടത്രയാണ്? 5.07 ലക്ഷം കോടി അല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ DA കുടിശ്ശിയൊക്കെ 1 ലക്ഷം കോടി ഉണ്ട് പറഞ്ഞു. 1 ലക്ഷം കോടി ഇല്ലടോ, 50,000 കോടിയേ ഉള്ളൂ. ഇത് ഏതുപോലെയാണെന്ന് അറിയോ? നമ്മളെ ഈ കിലുക്കം സിനിമയിലെ, ഈ കിലുക്ക സിനിമ കാണാത്ത മലയാളികളൊന്നും ഉണ്ടാവില്ല. അതില് നന്ദിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രേവതി ഉണ്ടല്ലോ. ഈ രേവതി മറ്റേ ഹോട്ടലിൽ ചെന്നിട്ടെ, നന്ദിനി തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് ഈ ഹോട്ടൽ മാനേജറുടെ തലക്ക് പൂച്ചട്ടി കൊണ്ട് അടിച്ച് ഇയാളപ്പം തന്നെ ആസ്പത്രിയിൽ പോയി. അപ്പം രേവതി മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ആദ്യം തന്നെ കുട എടുത്തുകൊണ്ട് അയാളെ പള്ളക്ക് കുത്തി, അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് ഇടിച്ചു, ഫോൺ എടുത്തുകൊണ്ട് തലമണ്ടൊക്കെ അടിച്ച് തകർത്തു, മറ്റേ ഇത് എന്റെ ഹോട്ടലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു, അയാളുടെ തലമണ്ട ഞാൻ പൂച്ചട്ടി എടുത്തുകൊണ്ട് അടിച്ച് പൊട്ടിച്ചു, അയാൾ അപ്പം തന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് രേവതി പറയുന്ന ഡയലോഗ് ഉണ്ട്, ഞാൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. അതിലാണ് ഇവരിന്നെ, ഞാൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. ഇതല്ല രസം. അത് കഴിഞ്ഞിട്ട് മോഹൻലാല് വളരെ ദയനീയമായി രേവതിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, വട്ടാണല്ലേ എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതാണ് വട്ടാണല്ലേ എന്റെ KN ബാലഗോപാലെ, വട്ടാണല്ലേ എന്നാണ് ജനങ്ങൾ മൊത്തം ചോദിക്കുന്നത്. ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം മോഹൻലാലിന്റെ ഒരു ഡയലോഗ് കൂടി കേട്ടോ. ആ ഹോട്ടലിന്റെ മാനേജറിന്റെ അടുത്ത് പോയി കണ്ട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, നാരായണൻകുട്ടി ഞാനിനി എന്താ ചെയ്യേണ്ടത്? നാരായണൻകുട്ടി ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. ഇതേപോലെ ഇമ്മാതിരി അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെന്തായാലും VD സതീശൻ പറയില്ല. അതാണ് ഒരു സമാധാനം. VD സതീശൻ ഏതായാലും മോഹൻലാൽ പറഞ്ഞ പോലെ എന്റെ നാരായണൻകുട്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയില്ല. VD സതീശൻ ഇത് മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ എന്തിനുണ്ട്, നമ്മുടെ ധവളപത്രത്തിലുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഇവരുടെ ഈ സാമ്പത്തിക വിദഗ്ധരുടെ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ മന്ത്രിസഭ കൂടിയാലോചിച്ച് അതിൽ യുക്തമായ കാര്യങ്ങൾ ഇനി വേറെ കൂടുതൽ ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അത് ചിലപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കണം. പിന്നെ കടം കയറിയത് P രാജീവ് എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യവസായ മന്ത്രി 50,000 കോടി കടമുണ്ടാക്കിയ അല്ലേ, 50,000 രൂപയുടെ കടമുണ്ടാക്കിയ ഇവൻ മിണ്ടരുത്. വിൽക്കേണ്ടത് പിന്നെ കാലാകാലം ഇങ്ങനെ നഷ്ടം ഉണ്ടാക്കുകയാണോ? വിൽക്കണം. സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കണം. സർക്കാരിന് വേറെ കാര്യമുണ്ട്. ഇവിടെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ ബിസിനസ് നടത്തട്ടെ. അദാനി മുണ്ടിപ്പോരുത്. അദാനിയെ വരവേറ്റുകൊണ്ടുവന്ന് നിങ്ങളാണ്. വാസ്തവനാണ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ട്ണർ ആണെന്ന് അല്ലേ. അദാനി അംബാനി എന്ന് പറഞ്ഞാൽ ഇനിയോട്ട് വരരുത് കേട്ടോ. തൽക്കാലം ഇത്ര മാത്രം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയില്. എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ കൂടി നേരുകയാണ്. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.